ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് വിമർശനം. ഒളിവിൽ പോയ MS സൊല്യൂഷൻ CEO ഷുഹൈബിനെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. കേസ് അട്ടിമറിക്കാൻ ഉന്നതതല സമ്മർദ്ദവുമുണ്ട് എന്നുള്ള വിമർശനവും ശക്തമാവുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ക്രിസ്മസ് പരീക്ഷയുടെ ഹൈസ്കൂൾ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനൽ അവരാണ് ഈ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ പുറത്തുവിട്ടത് എന്നുള്ള ആക്ഷേപം വരുന്നു. MS സൊല്യൂഷൻസ് അതിൻ്റെ CEO ഷുഹൈബിനെ കണ്ടെത്താൻ ഇതുവരെയും ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടുമില്ല. ഇക്കാര്യത്തിൽ നമുക്കറിയാം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതിലടക്കം KSTA അടക്കമുള്ള ഇടതുപക്ഷ അധ്യാപക സംഘടനകൾക്ക് ഇതിലുള്ള ബന്ധങ്ങളൊക്കെ വലിയ ചർച്ചയായതാണ്. അപ്പോൾ ഈ MS സൊല്യൂഷൻ്റെ CEOയെ കണ്ടെത്താൻ കഴിയാതെ പോകുന്ന സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ ദിസ്ന സുരേഷ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതിയായ MS സൊല്യൂഷൻ ഉടമ ഷുഹൈബിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രധാനമായും ഇത്രയും ദിവസമായി ഈ MS സൊല്യൂഷൻ ഉടമ ഷുഹൈബ് ഒളിവിൽ പോയിട്ട് ഈ ഒളിവിൽ പോയ ഈ സാഹചര്യത്തിൽ പോലും ക്രൈംബ്രാഞ്ചിന് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇന്നലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മൊഴി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷുഹൈബിന്റെ സ്ഥാപനത്തിലെ 3 അധ്യാപകർക്കും നോട്ടീസ് അയച്ചിരുന്നു ക്രൈംബ്രാഞ്ച്. എന്നാൽ ഇന്നലെ ഒന്നും തന്നെ ഇദ്ദേഹം മൊഴി രേഖപ്പെടുത്താൻ എത്തിയിട്ടില്ല. മാത്രമല്ല, മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഇന്നലെയായിരുന്നു പരിഗണിച്ചിരുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ 26-ലേക്ക് മാറ്റിവെച്ചു എന്നതാണ് കോടതിയിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇത്ര ദിവസം പിന്നിട്ടിട്ടും ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഇല്ല എന്നത് തന്നെയാണ് മറ്റ് അധ്യാപക സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പ്രധാനമായും എടുത്തു പറയേണ്ടത്, ആദ്യഘട്ടത്തിൽ തന്നെ 5-അംഗ സംഘമാണ് ഈ ചോദ്യ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിറങ്ങിയത്. കൂടാതെ തന്നെ അവർ വ്യക്തമാക്കിയത് സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി ഈ അന്വേഷണം പുരോഗമിക്കുമെന്നൊരു കാര്യമാണ്. പിന്നീട് ഷുഹൈബ് ഒളിവിൽ പോകുന്നു, ഷുഹൈബിനെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ നടക്കുമ്പോൾ സ്വന്തം യൂട്യൂബിൽ വന്ന് ലൈവിൽ താൻ ഇത്തരത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ലെന്നും തനിക്കെതിരെ ആരൊക്കെയോ കൂടി കളിക്കുന്ന ഒത്തുകളിയാണെന്നും ഷുഹൈബ് ലൈവിൽ പറയുകയും പിറ്റേ ദിവസം നടക്കേണ്ട കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യ പേപ്പർ വിശകലനം ചെയ്യുന്ന ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുവാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തണമെന്നൊരു കാര്യം വ്യക്തമാക്കുന്നത്. ഇന്നലെ ആയിരുന്നു അത്. ഇന്നലെ ഷുഹൈബ് എത്തിയിട്ടില്ല, മറ്റ് അധ്യാപകരും എത്തിയിട്ടില്ല എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്നു, അത് 26-ലേക്ക് മാറ്റിവെക്കുന്നു. അത്തരത്തിൽ ഈ കേസ് ഒരു മല്ലിപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത് എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറയാനുള്ളത്. കൂടാതെ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്, ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരുടെ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിലൊക്കെ തന്നെയും ഇടതുപക്ഷ അനുഭാവമുള്ള ആളുകൾ മാത്രമാണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ ഉള്ളത് എന്നൊരു വിമർശനവും മറ്റ് അധ്യാപക സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. വിനോദ്, എന്തായാലും ഒരു മല്ലപ്പോക്ക് നയം തന്നെയാണ് ഈ ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്നൊരു ആരോപണമാണ് നിലവിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഒരു അധ്യാപകനും CPM ബ്രാഞ്ച് സെക്രട്ടറിയും ഇത് സംബന്ധിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം തന്നെ പ്രതിഷേധം പങ്കുവച്ചിട്ടുണ്ട്. ഷുഹൈബിനെ എന്തുകൊണ്ടാണ് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തത് എന്നൊരു ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു വിവരമാണ് നിലവിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. വിനോദ്, അതെ, ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട MS സൊല്യൂഷനെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ CEO ഇപ്പോഴും ഒളിവിലാണ്. ആദ്യം അത് പ്രവചനം മാത്രമായിരുന്നു എന്ന് പറഞ്ഞയാൾ, ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞയാൾ ഇപ്പോൾ എന്തിന് ഒളിവിൽ പോകുന്നു? എല്ലാ അന്വേഷണത്തെയും നേരിടാൻ താൻ തയ്യാറാണ് എന്ന സമൂഹ ഒളിവിലിരുന്ന് നേരിടാൻ തയ്യാറാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങനെ തിരുത്തണം. ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന.